ആസപ്പടി വിഷയത്തിൽ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ആരോപിതനായപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണ്. കഴിഞ്ഞ 30 വർഷമായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് 1996 പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയ കാലം മുതൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള അഴിമതികൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വീണയുടെ എല്ലാ കമ്പനിയും ഏറ്റവും അവസാനത്തെ ലേക്കറിൻ്റെ ഇന്ന് ഏതോ ചാനൽ അതിനെ സംബന്ധിച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഒറ്റമുറി കെട്ടിടത്തിലാണ് ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. വീണ ഇന്ന് വരെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും പിണറായിയുടെ അഴിമതിക്ക് കൊടപിടിക്കുവാനും അവരുടെ ട്രാൻസാക്ഷനും വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. അത് മാത്രമല്ല, ഇവിടെ നിന്നും ഗൾഫിലേക്ക്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്നും പണം ഗൾഫിലെത്തിച്ചാൽ ഗൾഫിൽ നിന്നും അമേരിക്കയിലേക്ക് ഈ പണം കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അതിന് തെളിവുകൾ ധാരാളം ഞാൻ പറഞ്ഞില്ലേ, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം ശരിയായ ദിശയിലെന്ന് വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തൽസ്ഥാനം രാജിവെക്കാൻ, ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കാൻ തയ്യാറാകണം. ഇല്ല എങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ LDF തയ്യാറാകണം. എല്ലാ വിഷയത്തിനും CPM അന്വേഷണം നടത്താറുണ്ടല്ലോ. CPM ഈ വിഷയത്തിൽ ഒരു പാർട്ടിതല അന്വേഷണം നടത്തിയാൽ CPM-ൻ്റെ ആ പാർട്ടിതല അന്വേഷണത്തിൽ തെളിവ് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പിണറായി വിജയൻ തൽസ്ഥാനം രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ആവശ്യപ്പെടുന്നു. രാഷ്ട്രീയപരമായി നേരിട്ട ഒരു 26 പേര് 73 ദിവസം ജയിലിൽ കിടന്നായിരുന്നു. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇത് എന്താ രാഷ്ട്രീയം? ഈ മോഷണത്തിനും കൊള്ളയ്ക്കും കൂട്ടു നിൽക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം പറ്റേ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയല്ലല്ലോ അവർ പത്രക്കുറിപ്പല്ലേ ഇറക്കിയത്. ഇപ്പോൾ രഹസ്യമായി നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ചോർത്തി തന്ന വാർത്തയൊന്നുമല്ലല്ലോ. അവരുടെ കയ്യിൽ വളരെ കൃത്യമായ രേഖകളില്ലാതെ, ഞാൻ മാധ്യമങ്ങളിൽ നിന്നാണ് അവരുടെ ലോകസഹിതമുള്ള അവരുടെ ലെറ്റർ പാഡിൽ ഇറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ അസത്യമായ കാര്യങ്ങൾ പരാതിക്കാരനായ BJP നേതാവ് ഷോൺ ജോർജ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ അവർ ഇത്തരത്തിലുള്ള പത്രക്കുറിപ്പ് ഇറക്കിയത്. തീർച്ചയായിട്ടും വളരെ ഗൗരവമായി റിയാസിൻ്റെയും, നമുക്കറിയാം കോഴിക്കോട് മാധ്യമപ്രവർത്തകർ, ഞാൻ വിശ്വസിച്ചിരുന്നില്ല കോഴിക്കോട് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ അടുത്ത് ഈ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് കോഴിക്കോട്ട് വലിയൊരു ലോബി തന്നെ ഉണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ സംസാരിക്കാനെന്നുള്ളതാണ്. അല്ല, ഈ ഇത്തരം റിയാസുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ അവിടെ വലിയ സമ്പന്നന്മാരായി മാറി എന്നുള്ള വാർത്തയാണ് മാധ്യമപ്രവർത്തകരിൽ നിന്നും എടുത്തത്. അത് ഇപ്പം റെയ്ഡിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സമ്പന്നന്മാരായവരാണെന്നാണ് ഞാൻ പറഞ്ഞാൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന മാധ്യമപ്രവർത്തകരിൽ നിന്നും ഞാൻ അറിയാൻ പറ്റും. മാത്രമല്ല, ഇന്നലെ റിയാസ് എന്താ പറഞ്ഞേ, പെട്ടെന്ന് രംഗത്ത് വന്നിട്ട് പറഞ്ഞു ഇത് രാഷ്ട്രീയമാണ്. മുഹമ്മദ് റിയാസിന് എതിരെയുള്ള ആരോപണം എന്ന നിലയിലല്ല ഈ ആളുകൾ റെയ്ഡ് ചെയ്യപ്പെട്ടതാണോ? അല്ലല്ലോ. വീണയുടെ ഡയറിയിൽ നിന്നും ട്രാൻസാക്ഷൻ നടന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇവർ റെയ്ഡ് വന്നത്. അപ്പോൾ റിയാസുമായി ബന്ധപ്പെട്ടല്ല റെയ്ഡ് വന്നത്. ഇവർ റിയാസിൻ്റെ സുഹൃത്തുക്കളാണെന്നുള്ളത് പിന്നീട് മാധ്യമങ്ങളിൽ നിന്നും അല്ലാതെയും നമ്മൾ അറിഞ്ഞ കാര്യമാണ്. പക്ഷേ റെയ്ഡ് നടന്നത് വീണയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ പേരിലാണ്. അപ്പോൾ അതിന് റിയാസിന് കണക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമാകേണ്ടതും റിയാസിനെയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുമാണ്. അല്ല, ഇപ്പം ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് അഴിമതിയുടെ ആരോപണ വിധേയമായ കേസ് SLC ലാവിന്, പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്, പിന്നെ സ്വർണ്ണക്കടത്ത്. ഇപ്പോൾ ഇന്നത്തെ വിവരം അനുസരിച്ചും ഇന്നലെ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലും സ്വപ്ന സുരേഷ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിയല്ലേ? പണം കടത്തിയിട്ടുണ്ടല്ലോ, ഹവാല പണം കടത്തിയിട്ടുണ്ടെങ്കിൽ സ്വപ്ന സുരേഷ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആരോപണങ്ങൾ എന്തൊക്കെ വന്നിട്ടുണ്ടോ അതെല്ലാം ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകൾ. കൂടുതൽ വിശദാംശങ്ങൾ, അന്വേഷണം ശരിയായ ദിശയിലെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും. പക്ഷേ മാന്യതയുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ അടിയന്തരമായി മാറി നിൽക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ CPM തയ്യാറാണ്.
പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ഇതിൽ ബന്ധമൊന്നുമില്ല, വീണ ഒരു വിശ്വസകാരി. ഞാനൊരു ഒറ്റ കാര്യം ചെയ്യട്ടെ. ഒരു ഇടപാട് ഒരു സേവനം കൊടുക്കാതെ ഇവിടുത്തെ കമ്പനികൾ ഈ വീണയുടെ അക്കൗണ്ടിലോട്ട് എന്തിനാണ് പണം ഇടുന്നത്? മുഖ്യമന്ത്രിയായിട്ട് അച്ഛൻ ഇരിക്കുമ്പോൾ മകൾ നടത്തുന്ന സ്ഥാപനത്തിലേക്ക് ഒരു സേവനം നൽകാതെ പണം ഇടുന്നത് ഇനിയും പിണറായി വിജയനെ നിങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ പിണറായി വിജയന് ഇതിനകത്ത് പ്രതിയാണെന്ന് മനസ്സിലായില്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ട്, അല്ലാതെ എനിക്കത് പറയാനില്ല. കാരണം ഇപ്പോൾ ഷോൺ ജോർജ് PC ജോർജിൻ്റെ മകനാണ്. PC ജോർജ് ക്യാബിനറ്റ് പദവിയിലിരുന്ന സമയത്ത് ഒരു സേവനം ചെയ്യാതെ ഷോൺ ജോർജിന് ആരെങ്കിലും പൈസ തന്നാൽ അത് ഷോൺ ജോർജിനാണോ? ലോജിക്കലി ചിന്തിക്ക്, അത് ഷോൺ ജോർജിനാണോ? അല്ല. ഈ യാതൊരു സേവനവും നൽകാതെ വീണ കൈപ്പറ്റിയുള്ള മുഴുവൻ പണവും പിണറായി വിജയൻ്റെ ആണ്. പിണറായി വിജയന് കൊടുത്ത കൈക്കൂലിയാണ്, ഈ നാടിനെ വിറ്റതാണ്. ഞാൻ പറയട്ടെ, തോറിയം ഈ നാട്ടിൽ നിന്നും കടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഒരു മഞ്ഞുമലയുടെ മൂല മാത്രമാണ്. അത്രയായിരം കോടികൾ ഇവിടുന്ന് കടത്തപ്പെട്ടിട്ടുണ്ട്. അത്രയായിരം കോടികൾ ഈ നാടിനെ വിറ്റ് പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അതായത് 50 കിലോ ആണ്. ഇപ്പോൾ ഈ അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന യുദ്ധത്തിൻ്റെ അടിത്തറ എന്നാണെന്നറിയോ? 50 കിലോ യുറാനിയമാണ്. ആകപ്പാട് ഇറാൻ്റെ കയ്യിലുള്ള 50 കിലോയാണ്. അതിനുവേണ്ടി യുദ്ധം നടക്കുന്നത്. ഞാൻ പറഞ്ഞത്, യുറാനിയം ഉണ്ടാക്കാൻ കഴിയുന്ന തോറിയം ഇവിടെ ഉണ്ട്, മോണോസൈറ്റ് ഇവിടെ ഉണ്ട്, അത് പ്രൂവ്ഡാണ്. അത് കടത്തപ്പെട്ടിട്ടുണ്ടോ നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. വളരെ ഗൗരവമായി പഠിക്കേണ്ട വിഷയമാണ്. ഇത് നാഷണൽ സെക്യൂരിറ്റിയുടെ ഇഷ്യൂ കൂടെയാണ്. അതെങ്ങനെയാവുന്നു നാഷണൽ സെക്യൂരിറ്റി? അല്ല, ഇത് കടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് മോണോസൈറ്റ് ഇവിടെ ഇവർ പറയുന്ന ഇലുമിനേറ്റ് ഉണ്ടാക്കിയെന്ന് മാത്രമാണ്. ഇലുമിനേറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇലുമിനേറ്റിനകത്ത് 0.4% തോറിയമുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ തോറിയമുണ്ട് എങ്കിൽ അത് ആണവായുധങ്ങൾ പോലും നിർമ്മിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്യാതെ ഈ സാധനം പുറത്തേക്ക് കൊണ്ടുപോയാൽ അവിടെ അത് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മുടെ ശത്രു രാജ്യങ്ങൾ ഉൾപ്പെടെ നമുക്കെതിരെ അത് ആയുധമായി ഉപയോഗിച്ചിട്ടില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഇത് നിസ്സാര കാര്യമല്ല. ഞാൻ പറഞ്ഞപ്പോൾ ഇതിനു മുമ്പും പലരും ചിരിച്ചിട്ടുണ്ട്. ഇത് ചിരിക്കേണ്ട ഒരു കാര്യമല്ല. കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്നൊരു വിഷയമാണ് കേരള തീരത്തെ കരിമണലും അതിൻ്റെ വ്യാപനവും. ഇപ്പോൾ ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ എന്താ ആദ്യം ചെയ്തത്? പ്രൈവറ്റൈസേഷൻ ശ്രമിച്ചു, നമ്മൾ എതിർത്തു. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു, അല്ലേ? ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചില്ലേ മുഖ്യമന്ത്രി? അതാ ഒരു 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 തെലുങ്കാന കമ്പനിയുമായി കരാറൊക്കെ ആയിരുന്നു, നിങ്ങളെല്ലാം അറിഞ്ഞതാണ്. അത് രംഗത്ത് വന്നപ്പോൾ അത് പിൻവലിച്ചു. അതാണ് സംഭവം.